നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ മാഡ്രിഡ് ഡെർബിയിൽ സംഭവബഹുലമായ കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. മത്സരം 1-1 എന്ന നിലയിൽ അവസാനിക്കുകയായിരുന്നു. ബ്രസീലിയൻ താരമായ എഡർ മിലിറ്റാവോയിലൂടെയായിരുന്നു റയൽ മാഡ്രിഡ് ആദ്യം ലീഡ് കണ്ടെത്തിയത്. പക്ഷേ മത്സരത്തിൻ്റെ അവസാനത്തിൽ കൊറേയ നേടിയ ഗോൾ അവർക്ക് സമനില നേടിക്കൊടുക്കുകയായിരുന്നു. അങ്ങനെ രണ്ട് ടീമുകളും പോയിന്റുകൾ പങ്കുവെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. റയൽ മാഡ്രിഡ് ഗോൾ നേടിയതിന് ശേഷം പിന്നാലെ കുറച്ച് സമയം മത്സരം നിർത്തിവെക്കേണ്ടി വന്നിരുന്നു. അത്ലറ്റിക്കോ മാഡ്രിഡ് ആരാധകരുടെ പെരുമാറ്റമാണ് ഇതിന് കാരണമായിട്ടുള്ളത്. അതായത് ഗോൾ കീപ്പർ കോർട്ടുവയ്ക്ക് നേരെ പല വിധത്തിലുള്ള സാധന സാമഗ്രികളും അവർ വലിച്ചെറിയുകയായിരുന്നു. ഇതോടെ കുറച്ചു നേരം മത്സരം തടസ്സപ്പെട്ടു. പിന്നീട് മത്സരം പുനരാരംഭിക്കാൻ റഫറി തീരുമാനിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഏതായാലും ഈ ഒരു സംഭവ വികാസങ്ങളെ റഫറി നല്ല രൂപത്തിലാണ് കൈകാര്യം ചെയ്തത് എന്ന് പ്രശംസിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് റയലിൻ്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ആരാധകർ ലൈറ്ററുകൾ എറിയുന്നുണ്ടെന്നും ഞങ്ങൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകേണ്ടതുണ്ട് എന്നുമാണ് ആദ്യം റഫറി ഞങ്ങളെ അറിയിച്ചത്. റഫറി നല്ല രൂപത്തിൽ തന്നെയാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് ചില കാര്യങ്ങൾ ഞങ്ങൾ പരിഹരിക്കുകയും ചെയ്തു. ആർക്കും തന്നെ മത്സരം നിർത്തിവെക്കേണ്ടി വന്നത് ഇഷ്ടമായിരുന്നില്ല. കാരണം ഞങ്ങളെല്ലാവരും കളിക്കളത്തിൽ തുടരാനായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ആ സാഹചര്യത്തെ നല്ല രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. ഇതാണ് കാർലോ ആഞ്ചലോട്ടി റഫറിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. മത്സരത്തിൻ്റെ അവസാനത്തിൽ ഗോൾ വഴങ്ങിക്കൊണ്ട് സമനില വഴങ്ങേണ്ടി വന്നു എന്നത് റയലിനെ സംബന്ധിച്ചിടത്തോളം നിരാശ നൽകുന്ന ഒരു കാര്യമാണ്. നിലവിൽ പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്താണ് റയൽ മാഡ്രിഡ് ഉള്ളത്. അത്ലറ്റിക്കോ മാഡ്രിഡ് മൂന്നാം സ്ഥാനത്താണ്. ഒന്നാം സ്ഥാനക്കാരായ ബാഴ്സലോണയുമായി 3 പോയിന്റിൻ്റെ ഒരു വ്യത്യാസമാണ് ഇപ്പോൾ റയൽ മാഡ്രിഡിന് ഉള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവന്നാം.